നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അയ്യോ, അർജുൻ സാർ അല്ലേ? കേറിക്കോളൂ. എനിക്ക് ലിഫ്റ്റ് തരുന്നതിന് നന്ദിയുണ്ട് സാർ. താങ്ക് യു. 2-3 വണ്ടികൾക്ക് കൈ കാണിച്ചു, ആരും നിർത്തിയില്ല. എന്തായാലും എനിക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട് സാർ. കേറിക്കോളൂ. വിശ്വനാഥ സാറേ, സാറേ. ഓ സാർ, എന്താ വലിയേ? ഡോക്ടർ പറഞ്ഞ പോലെ കുട്ടിയെ നമുക്ക് ആശുപത്രി കൊണ്ടുപോയേ പറ്റൂ. ഈ കരച്ചിൽ കാണാൻ എനിക്ക് പറ്റുന്നില്ല. അതെ സാർ, കുഞ്ഞിനെ ഇങ്ങനെ കരയിപ്പിച്ച പാവം കിട്ടും. എന്റെ പൊന്നുമോളെ, നിന്റെ കരച്ചിൽ കേട്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. സ്കൂട്ടറൊക്കെ വഴിയിൽ ഇതുപോലെ കുഴപ്പത്തിലാവുമ്പോ ഉടനെ തന്നെ വീട്ടിൽ ആരെങ്കിലും അറിയിക്കണ്ടേ? ഞാൻ ഓഫീസിൽ വന്നപ്പോ പറഞ്ഞില്ലേ സാർ, അമ്മ നേരത്തെ മരിച്ചു, അച്ഛൻ ജയിലിലോ. കള്ളക്കേസിൽ കുടുക്കിയതാ, പ്രോപ്പർട്ടിയൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടി. അന്നത്തെ പൂജയുടെ അതേ അവസ്ഥ. എന്താ സാർ? ഏയ് ഒന്നുമില്ല. അല്ല, കുട്ടിക്ക് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അങ്ങനെ ആരുമില്ലേ? ആരുമില്ല സാർ. കേസ് വാദിച്ച് അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കണം. അതിനുവേണ്ടി ഓരോ അഡ്വക്കേറ്റിന്റെ വാതിൽ കയറി ഇറങ്ങുമായിരുന്നു. സാറും റിജക്ട് ചെയ്തതോടെ മനസ്സിലായി ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന്. അർജുന് ജയിൽവാസം ഉണ്ടാവും. അതാ ജോത്സ്യം പറഞ്ഞതിന്റെ മെയിൻ പോയിന്റ്. എന്തിനാ ജയിലിലാവുന്നു? അത് ശരി, ജോത്സ്യൻ പറഞ്ഞ കാര്യങ്ങൾ നീ അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞോ? ഉറപ്പിച്ചു കഴിഞ്ഞോന്ന് ചോദിച്ചാ അത്ര ഉറപ്പിച്ചിട്ടാ ജോത്സ്യം പറഞ്ഞത്. അമ്മ ജോത്സ്യം പറഞ്ഞു കേട്ട് പേടിക്കുമ്പോ ഞാനമ്മയെ സമാധാനിപ്പിക്കാറുണ്ട്. പക്ഷെ എന്റെ മനസ്സിൽ കാര്യമായിട്ട് തോന്നൽ വരാം, എന്തോ കുഴപ്പങ്ങള് ഈ വീട്ടിൽ സംഭവിക്കുമെന്ന്. ജോത്സ്യൻ പറഞ്ഞതുപോലെ അർജുനും ഇവിടുത്തെ മോക്കും എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാവും വസന്തേട്ടാ. അർജുന്റെയും പൂജയുടെ കുഞ്ഞ് ഇപ്പൊ എവിടെയോ ദൂരെ ആയിരിക്കും എന്നും പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞു? അപ്പൊ അതിലെന്തോ അർത്ഥമില്ലേ? നീ ചുമ്മാ ഓരോ അർത്ഥങ്ങൾ കണ്ടുപിടിക്കാതിരിക്കുമോ? ഒരു കാര്യം ചെയ്യാം, വസന്തിനെ ഒന്ന് വരാൻ പറയാം. ഓ ഓ ഭാവി. ഹലോ സാർ. ആ, വസന്തൻ എവിടെയാ? വീട്ടിലല്ലേ? അതെ സാർ. ഒന്നിങ്ങോട്ട് വരാമോ? വരാം സാർ. ഇപ്പൊ വരണോ? ഇപ്പൊ തന്നെ വന്നാൽ നന്നായിരിക്കും. എന്താ സാർ, അത്യാവശ്യം വല്ലതും? മോളെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകണം. കരച്ചിൽ നിർത്തുന്നില്ലേ സാർ? ഇല്ല, കരച്ചിൽ നിർത്തുന്നേ ഇല്ല. ഡോക്ടർ വന്നപ്പോ പറഞ്ഞില്ലേ മുലപ്പാലിന്റെ അഭാവം. മുലപ്പാല് കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ കുഞ്ഞുങ്ങൾ കരയും, അതാ പ്രശ്നം. നിർത്താതെ കരയാ. വസന്തം വന്ന ഒന്ന് ആശുപത്രി കൊണ്ടുപോയി കാണിക്കായിരുന്നു. ശരി സാർ, ഞാൻ വരാം. ഓക്കെ സാർ, ഓക്കെ. പാവം, മുലപ്പാലിന് വേണ്ടി കരയുക. എന്തായാലും ആശുപത്രി കൊണ്ടൊന്ന് കാണിക്കാം. ആശുപത്രി കൊണ്ടുപോകാൻ വരട്ടെ എന്ന് വെച്ചാ? കുഞ്ഞിന് മുലപ്പാല് കിട്ടിയാ തൽക്കാലം ആശുപത്രി പോകണ്ട അല്ലേ? വേണ്ട, പക്ഷേ പാലെങ്ങനെ കിട്ടും? പൂജയോട് ഈ കാര്യം അവതരിപ്പിച്ചാലോ? പൂജ സമ്മതിച്ചാ നല്ലതാ. എനിക്ക് ആശുപത്രി പോവുകയും വേണ്ട. ഞാൻ ഈ കാര്യം അമ്മയോട് പറയാം. അമ്മയായിട്ടൊന്ന് ആലോചിക്കാം. സ്വാതിക്ക് എവിടെ ഇറങ്ങണ്ടേ? മാർക്കറ്റ് റോഡ് വഴിയാണോ സാർ പോകുന്നത്? അല്ല, അതുവഴിയല്ല. ഇനി വേണമെങ്കിൽ സ്വാതി ഡ്രോപ്പ് ചെയ്യാൻ അതുവഴി പോവാം.
അത് വേണ്ട സർ. എന്നെ വഴിയിലിറക്കിയാൽ മതി, ഞാൻ നടന്നു പൊക്കോളാം. വേണ്ട, അത് വേണ്ട. ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം. സാറിനെ ഒരു നിമിത്തം പോലെ വീണ്ടും കണ്ടത്, അതുകൊണ്ട് ചോദിക്കുക. സാറിന് എന്റെ കേസ് വാദിക്കാൻ പറ്റുമോ? എന്നെ രക്ഷിക്കാൻ പറ്റുമോ സർ? അമ്മേ, എന്താ മധു? അമ്മേ, സ്നേഹസദനിന്ന് വിശ്വാസ് സാർ വസന്തേനെ വിളിച്ചിരുന്നു. ഇപ്പോ ആ പൂജ ആശുപത്രിയിൽ നിന്ന് കുഞ്ഞുമായി വന്ന ദിവസം സ്നേഹസദനത്തിൽ കൊണ്ടുവന്ന കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞില്ലേ? ആ കുഞ്ഞ് കരച്ചിലോട് കരച്ചിലാന്ന്. ഡോക്ടർ വന്ന് നോക്കി, മുലപ്പാല് കിട്ടാത്തതിന്റെ കരച്ചിലാന്നാ പറഞ്ഞ. കേട്ടിട്ട് നെഞ്ചു പൊട്ടും പോലെ തോന്നുന്നു. ഏതമ്മയാണാവോ ഇങ്ങനൊരു മഹാപാപം ചെയ്തത്? അമ്മ, ഞാനിപ്പോ വന്നത് നമുക്ക് പൂജയോടൊന്ന് ചോദിച്ചാലോ, ആ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന പാല് കൊടുക്കാവോന്ന്. അമ്മ എന്താ ആലോചിക്കുന്നേ? നമ്മളിങ്ങനെ ചോദിക്കുന്ന പൂജയ്ക്കൊരു വിഷമാവില്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് മാതൃ ചേച്ചിയോട് ആദ്യം പറയാം. മാതൃ ചേച്ചി ചോദിക്കട്ടെ. മാധുരിയോട് പറയാൻ വരട്ടെ. ആദ്യം നമുക്ക് പൂജയോട് തന്നെ ചോദിക്കാം. പൂജ തീരുമാനിക്കട്ടെ. നീ വാ. ഉം. മോളെ, മോളെ ഉറങ്ങിയില്ലേ? ഇല്ല അച്ഛമ്മ, മോളെ കാണാനാണോ വന്നേ? ഞാൻ എടുക്കണോ? ഈ മോളുടെ കാര്യം പറയാനല്ല, വേറൊരു മോളുടെ കാര്യം പറയാനായി ഇപ്പൊ വന്നത്. എന്താ മധു ആന്റി? എന്താ അച്ഛമ്മ? കാര്യം എന്താന്ന് വെച്ചാല്, അമ്മയില്ലാത്തൊരു കുഞ്ഞിന് മുലപ്പാല് കൊടുക്കേണ്ട ആവശ്യം വന്നിരിക്കുന്നു. മോക്ക് കൊടുക്കാൻ പറ്റുമോ? എന്താ അച്ഛമ്മ, മനസ്സിലായില്ല. അതായത് നമ്മുടെ കൃഷ്ണമോളുടെ അത്രയും പ്രായമുള്ള മറ്റൊരു മോള്, ആ മോക്ക് അമ്മയില്ല. അമ്മയുടെ മുലപ്പാല് കിട്ടാതെ ആ മോള് കരയാ. അങ്ങനെയുള്ള സാഹചര്യത്തില് പ്രസവം കഴിഞ്ഞ സ്ത്രീകള് മുലപ്പാല് കൊടുക്കും. അതുപോലെ കൊടുക്കാൻ പറ്റുമെന്നാ ചോദിക്കുന്നെ. പിന്നെന്താ, അത് ചോദിക്കാനുണ്ടോ? കുഞ്ഞിനെ കൊണ്ടുവരാൻ പറ അച്ഛമ്മ. ആരാ കുട്ടി? സ്നേഹസ്ഥാനത്തിലെ ആ കുഞ്ഞ്, മോള് കളിപ്പാട്ടൊക്കെ കൊടുത്തയച്ച കുഞ്ഞ്, അതിനാ മുലപ്പാല് വേണ്ടത്. ആണോ? എന്നാ എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ പറ അച്ഛമ്മ. എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുവരാൻ പറ. ഞാൻ വിളിക്കണമെങ്കിൽ ഞാൻ തന്നെ വിളിക്കാം. വേണ്ട വേണ്ട. വിശ്വാൻ സാറ് വസന്തേട്ടന്റെ ഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞപ്പോഴാ പൂജയുടെ കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചത്. ഇതൊരു വലിയ പുണ്യമാ മോളെ, നിനക്ക് നന്മയുണ്ടാവൂ. സാറ് ഞാൻ ചോദിച്ചതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ഞാനതിങ്ങനെ ആലോചിക്കായിരുന്നു സ്വാതി. എന്ത് തീരുമാനിച്ചു സാർ? വെരി സോറി സ്വാതി. ഞാൻ ഈ കേസ് വാദിക്കാൻ ഏറ്റുകഴിഞ്ഞാൽ അത് സ്വാതിക്ക് തന്നെ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. ജഡ്ജായിട്ട് പോസ്റ്റിംഗ് വന്നാൽ കേസുകളൊക്കെ മറ്റാർക്കെങ്കിലും കൈമാറണം. സ്വാതിക്ക് ഒത്തുപോകാൻ കഴിയാത്ത വക്കീലാണെങ്കിൽ പ്രശ്നമാവും. പിന്നെ സമയം. നിലവിലുള്ള കേസുകളുടെ ഒരു ചെറിയ ശതമാനം മാത്രമേ എനിക്കിപ്പോൾ തീർക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സോറി സ്വാതി. സാറിന്റെ അവസ്ഥ ഞങ്ങൾക്കേ അറിയൂ. സ്വാതിക്കും ബുദ്ധിമുട്ടാവും. ഓക്കെ സർ, ഇനി ഞാൻ നിർബന്ധിക്കുന്നില്ല. സർ, വണ്ടി അവിടെ നിർത്തിയാൽ മതി. ആ സാറിന്റെ ഫോണിലേക്ക് ഞാനൊരു ഹായ് സെൻഡ് ചെയ്തേക്കാം. ഏതെങ്കിലും സാഹചര്യത്തിൽ മനസ്സ് മാറുകയാണെങ്കിൽ ഒന്ന് വിളിക്കാലോ. ആ ഓക്കെ സ്വാതി. ഗുഡ് നൈറ്റ് സർ. അല്ല, എവിടെയാ സ്വാതിയുടെ വീട്? ദാ അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കുറച്ച് ദൂരേ ഉള്ളൂ സർ. ഓക്കെ, ഗുഡ് നൈറ്റ് സ്വാതി. ഗുഡ് നൈറ്റ് സർ. ഓക്കെ സർ. ശരി സ്വാതി. പൂജയുടെ അതേ സാഹചര്യങ്ങൾ തന്നെ സ്വാതിക്ക്. അതെ, പക്ഷെ സ്നേഹയ്ക്ക് എന്തുകൊണ്ടോ ഈ കേസിൽ വലിയ താല്പര്യമില്ല. ആ നോക്കാം.
അയ്യോ ഓ നല്ല കരച്ചിലാണല്ലോ മോളെ. ശോ. ആ മോളെ പെട്ടെന്ന് കൊണ്ടുവന്ന് പാല് കൊടുക്ക് ചെല്ലേ. വാവേ സത്യം പറഞ്ഞ അതിശയം തോന്നുന്നു. ഇത്രയും നേരം നിർത്താതെ കരച്ചിലായിരുന്നു. പൂജ എടുത്തപ്പോ കരച്ചില് മാറി.